കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ചകൾ, വാർത്താസമ്മേളനം, നിർണായകമായ യോഗങ്ങൾ ഇതിലൂടെയൊക്കെയാണ് കടന്നുപോയത്. അങ്ങനെയാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പല അതിർത്തി ഗ്രാമങ്ങളിലും സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ള വിവരമാണ് റിപ്പോർട്ട് വരുന്നത്. ബ്ലാക്ക് ഔട്ടുകൾ ചിലയിടങ്ങളിൽ പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ നിരീക്ഷണം ശക്തമായി തന്നെയാണ് നമ്മുടെ രാജ്യം തുടരുന്നത്. സൈന്യത്തിന് സർവാധികാരവും കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട യോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഡൽഹിയിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടോ? പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു പ്രകോപനം ഉണ്ടാവുകയാണ് എങ്കിൽ അതിനൊരു മുൻകരുതൽ എന്ന വണ്ണം നമ്മൾ എന്തൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അർജുൻ? നോക്കൂ, ഡിഫൻസ് സെക്രട്ടറി തലത്തിൽ പല നിർണായക യോഗങ്ങൾ ഇന്നും ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശ മന്ത്രാലയത്തിലും പല നിർണായക യോഗങ്ങൾ സെക്രട്ടറി തലത്തിൽ ഉണ്ടാകും. അതായത് സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും കേന്ദ്രീകരിച്ച് പല യോഗങ്ങളും ഇന്നും ഡൽഹിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പ്രധാനപ്പെട്ട കാരണം നാളെ ഉച്ചയ്ക്ക് നടക്കാനിരിക്കുന്ന DGMO തലത്തിലുള്ള യോഗം, അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തലത്തിലുള്ള ഒരു നിർണായകമായിട്ടുള്ള ചർച്ച നാളെ ഉച്ചയ്ക്ക് നടക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇന്ത്യയുടെ നിലപാടുകൾ, ഇന്ത്യയുടെ നീക്കങ്ങൾ, ഇതിനെ സംബന്ധിച്ചെല്ലാം തന്നെ കൂടുതൽ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ചില ഉന്നതതല യോഗങ്ങൾ ഒരുപക്ഷെ ഇന്ന് ചേർന്നേക്കുമെന്നുള്ള വിവരം വരുന്നുണ്ട്. അത് എന്തായാലും ഇന്ന് ഉച്ചയോടെയോ വൈകിട്ടോടു കൂടിയോ ആയിരിക്കും ഡൽഹിയിൽ ചേരുക എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രകോപനം, അതിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടും മുന്നോട്ടുള്ള സൈനിക വിന്യാസങ്ങൾ. അതായത് ഇന്ത്യ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു സേനാ പിന്മാറ്റം രാജ്യത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല, അത് ഈ അടുത്ത് ഉണ്ടാവുകയുമില്ല. സൈനിക നടപടികൾ മാത്രമാണ് നിലവിൽ നിർത്തിവെച്ചിരിക്കുന്നത്. ഈ പ്രകോപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ കേന്ദ്രം വിലയിരുത്തിയിട്ടുണ്ട്, സ്ഥിതിഗതികൾ കേന്ദ്രം വിലയിരുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ നമ്മൾ ഏറ്റവും സെൻസിറ്റീവ് എന്ന് പറയുന്ന മേഖലകളാണ് പൂഞ്ച്, രജൌരി, കുപ്വാര മേഖലകൾ. ഇവിടെയൊക്കെ ഇപ്പോഴും സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആളുകൾ വാഹനത്തിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ വരുന്നുണ്ട്, ആളുകൾ മറ്റിടങ്ങളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ ഇന്ന് നേരം പുലരുമ്പോൾ ഈ മേഖലകളിലെല്ലാം തന്നെ, അതായത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖലകളിൽ കാര്യങ്ങൾ ശാന്തമാണ്. പക്ഷേ അപ്പോൾ പോലും പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിലയിരുത്താനും ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടുള്ള യോഗങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ചും ഇന്ന് നടക്കാൻ പോകുന്നത്. ആ യോഗത്തിൽ ഇന്നലെ മുതൽ നടക്കുന്ന, അതായത് ഈ വെടിനിർത്തൽ കരാർ ധാരണയിൽ വന്നതിന് ശേഷം അതിർത്തി കേന്ദ്രീകരിച്ച് നടത്തിയിരിക്കുന്ന പാകിസ്ഥാന്റെ നീക്കങ്ങൾ, മൂവ്മെന്റ്, ഇന്ത്യയുടെ നീക്കങ്ങൾ, ഇന്ത്യയുടെ നടപടികൾ സ്വീകരിച്ചത്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തപ്പെടും. അതെല്ലാം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കും. ഈ രാജ്നാഥ് സിംഗ്, അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ അടക്കം എന്തായാലും ധരിപ്പിക്കാനുള്ള സാധ്യതകളാണ് ഏറ്റവും അധികമുള്ളത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളെ സംബന്ധിച്ച് ഇന്ത്യ ഒരു തീരുമാനം കൈക്കൊള്ളുക. ഈ നിലപാടായിരിക്കും നാളെ DGMO തലത്തിൽ നടക്കാൻ പോകുന്ന യോഗത്തിൽ ഇന്ത്യ അറിയിക്കാൻ പോകുന്നത്. എങ്ങനെ വേണം ഈ ധാരണ, നിലവിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു ധാരണ എന്ന് മാത്രമാണ് പാകിസ്ഥാൻ സീസ് ഫയർ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ഒരു കരാറിനെ ഇന്ത്യ വിശേഷിപ്പിക്കുന്നത്. അതുമായി എങ്ങനെ മുന്നോട്ട് പോകണം, ആവശ്യമെങ്കിൽ ഈ കരാറിൽ നിന്ന്, ഈ ധാരണയിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യ തയ്യാറുമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ തീർച്ചയായിട്ടും കൂടുതൽ ആക്രമണങ്ങൾ നടത്തും പാകിസ്ഥാനെതിരെ, പ്രകോപനം തുടരുകയാണെങ്കിൽ. ഇക്കാര്യത്തിലൊക്കെ തന്നെ ചില യോഗങ്ങൾ, ഇപ്പോൾ ഈ ധാരണ നിലവിൽ വന്ന സ്ഥിതിക്ക് തന്നെ ഉന്നതതല യോഗങ്ങൾ ചിലതിൽ നിന്ന് നടക്കാനുണ്ട്. അത് നടക്കും. അതിന്റെ അടിസ്ഥാനത്തിലും പശ്ചാത്തലത്തിലുമായിരിക്കും ഈ വെടിനിർത്തൽ ധാരണാ ലംഘനം, അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഒരു പ്രതികരണം, പാകിസ്ഥാൻ ഒരു പ്രസ് റിലീസ് ഇന്നലെ രാത്രി ഒരു 12 മണിയോടുകൂടി വന്നിരുന്നു. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഫോറിൻ സെക്രട്ടറി പറയുന്നത്, Pakistan remains committed to faithful implementation of ceasefire between Pakistan and India announced earlier today. Notwithstanding the violations being committed by India in some areas, our forces are handling the situation with responsibility and restraint. We believe that any issue in smooth implementation of the ceasefire should be addressed through communication at appropriate levels. അതായത് അങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായി എന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രകോപനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന ഒരു വ്യാഖ്യാനം കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. അതായത് ഇപ്പോഴും സത്യത്തിന്റെ കൂടെ അല്ലെങ്കിൽ നേരിന്റെ കൂടെയല്ല പാകിസ്ഥാനുള്ളത്. പാകിസ്ഥാന്റേതായ ഒരു വേർഷൻ, ഒരു നെറേറ്റീവാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അർജുൻ,
ആര്യ, ഇന്നലെ ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായതിനു ശേഷം രാത്രി 11:35 അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ഇന്ത്യക്ക് എതിരെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളായിരുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാൻ വിജയിച്ചു, പാകിസ്ഥാനാണ് ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ സംഘർഷത്തിൽ നേട്ടം കൊയ്ത്തത് എന്നുള്ള അനാവശ്യ കള്ളപ്രചാരണങ്ങൾ, അതായത് ലോകത്തിന് മുന്നിൽ സ്വന്തം പേര് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിഹാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ പ്രകോപനത്തെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്ന വെടിനിർത്തൽ ധാരണ ലംഘനത്തെക്കുറിച്ച് ഒരു അക്ഷരം ഉരിയാടാൻ ഷഹബാസ് ഷെരീഫ് നിന്നിട്ടില്ല. അതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ്, ഇന്ത്യയാണ് കുറ്റപ്പെടുത്തുന്നത്. അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഈ ലംഘനം ഉണ്ടാകുന്നു, ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായി, പ്രകോപനമുണ്ടായി എന്നുള്ള ചില വളരെ വലിയ കള്ളങ്ങളാണ് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് വിലയിരുത്തപ്പെടുന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനിലേക്ക് നമ്മൾ ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും ഒക്കെയാണ് ഇന്ത്യയുടെ ആക്രമണങ്ങൾ ഉണ്ടായത്. അതായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കയറിയാണ് ഇന്ത്യ അടിച്ചത്. സ്വാഭാവികമായും പാക് സൈന്യത്തിനേറ്റ ഏറ്റവും വലിയ മർമ്മത്ത് കൊണ്ട പ്രഹരമാണ്. അപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പാകിസ്ഥാൻ ജനങ്ങൾക്ക് മുന്നിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പച്ചക്കള്ളങ്ങൾ, അല്ലാതെ മറ്റെന്ത് പറയാൻ.